ഇന്നലെയും ഇന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചത് ലോക്സഭയിൽ നടന്ന ചർച്ച തന്നെയാണ്. അത് വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് വിജ്ഞാപനം പുറത്തുവന്നത്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ലോക്സഭയിൽ വലിയ ചർച്ച ഇന്നലെ നടന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം ഇത് വോട്ടിനിടുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും എന്നതാണ്. എങ്ങനെയാണ് സഭയിലെ നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാവുക? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാനാവുക? ഗുഡ് മോർണിംഗ് പ്രവിത. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണിവരെയായിരുന്നു ചർച്ചകൾ ഇന്ന് തുടർന്നിരുന്നത്. ഇന്ന് 11 മണിക്ക് വീണ്ടും പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ ബില്ലിന്മേലുള്ള ചർച്ചകൾ തുടരും. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബില്ലിന്മേൽ സംസാരിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ബില്ലിൽ ചർച്ചകൾക്ക് മറുപടി നൽകുക. 4 മണിക്കാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ബില്ല് ലോക്സഭ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുമെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ചർച്ചാ വേളയിലടക്കം കൃത്യമായ നിലപാടുകളും പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ബില്ല് കൊണ്ടുവന്നത്. വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണ്ണയം നടത്തി അധികാരം പിടിച്ചെടുക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും വ്യക്തമാക്കിയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടക്കം ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആർക്കും അവരുടെ പ്രാതിനിധ്യം നഷ്ടപ്പെടില്ല, ആരോടും വിവേചനം ഉണ്ടാകില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ബില്ലുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാരണം ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ പുരോഗമിക്കുന്ന വേളയിലാണ് വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര നിയമ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. നാരീശക്തി വന്ദന അധിനിയം പ്രാബല്യത്തിൽ എന്നതാണ് വ്യക്തമാകുന്നത്. അതേസമയം ഇത് വിചിത്രമായ ഒരു നീക്കമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ബില്ല് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇത് സർവത്ര ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് ഇപ്പോൾ എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാർലമെന്റിലടക്കം ഇത് ഒരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ വഴിവെച്ചേക്കും. 11 മണിക്കാണ് പാർലമെന്റിന്റെ ഇരു സഭകളും ചേരാൻ പോകുന്നത്. ലോക്സഭയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നലെ വനിതാ സംവരണ ഭേദഗതി മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം മാത്രമേ നടപ്പിലാക്കൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. 2023 തെരഞ്ഞെടുപ്പിന് മുൻപായി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം? മാത്രമല്ല, ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2023 ബിൽ പ്രാബല്യത്തിൽ വരിക? ഏപ്രിൽ 16 ബില്ല് പ്രാബല്യത്തിൽ വന്നു എന്നതാണ് ഈ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നിയമത്തിൽ പറഞ്ഞിരുന്നു 2023 അന്ന് പാസാക്കിയ ബില്ലിൽ വ്യക്തമാക്കുന്നത് 2026 സെൻസസ് നടപടികൾ പൂർത്തിയാക്കുക, അതിനുശേഷം മണ്ഡല പുനർനിർണ്ണയം നടത്തുക, അതിനുശേഷം വനിതാ സംവരണം നടപ്പിലാക്കുക എന്നതായിരുന്നു. പക്ഷേ ഇത് കാലതാമസം വരാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മണ്ഡല പുനർനിർണ്ണയം നടത്തണം, അതനുസരിച്ചുകൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത്. നിലവിലെ ലോക്സഭയിലെ അംഗസംഖ്യയായ 543 നിന്ന് 850 ഉയരുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നതാണ് പ്രതിപക്ഷം അടക്കം വ്യക്തമാക്കുന്നത്. അതേസമയം 2023 ബില്ലിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നാലും ഉടനടി ഇത് നടപ്പിലാക്കാൻ സാധ്യതയില്ല. കാരണം 2026 സെൻസസ് പൂർത്തിയാക്കണം, അതിനുശേഷം 2026 സെൻസസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് മണ്ഡല പുനർനിർണ്ണയം നടപ്പിലാക്കണം, അതിനുശേഷം മാത്രമായിരിക്കും വനിതാ സംവരണം നടപ്പിലാക്കുക. അപ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ അത് പ്രാബല്യത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ പറ്റുമോ എന്നത് ഒരു ആശങ്കയുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി, ഭരണഘടനാ ഭേദഗതി അടക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. 4 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ശക്തമായി തന്നെ പ്രതിപക്ഷം ഈ വോട്ടെടുപ്പിൽ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യും. കാരണം ഈ ബില്ലിന്റെ അവതരണ അനുമതി അടക്കം വോട്ടെടുപ്പിലൂടെയാണ് മുന്നോട്ട് വന്നത്. 251 പേർ ബില്ലിനെ അവതരണത്തിന് അനുകൂലിച്ചപ്പോൾ 185 പേർ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. ഭരണഘടനാ ഭേദഗതി ലോക്സഭ കടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പ്രവിധ, ശരി, അതാണ് എന്തായാലും ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ
കടക്കാൻ സാധ്യത തീരെ കുറവാണ്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായിട്ടുള്ള തീരുമാനം. അതേസമയം തന്നെ വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കുകയായിരുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.